കാരണം മിക്കവാറും ഞാൻ ഇവിടെ കഞ്ഞപ്പില്ല ഈ വീട്ടിനകത്ത് അവരെ നോക്കി കിടക്കുകയാണ്. നമ്മളെ ബുദ്ധിമുട്ടും കൊണ്ടാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ ഈ കഷ്ടപ്പെട്ടത്. ഇന്ന് ഈ ഭാഗവുമില്ല. എല്ലാരും എന്നോട് പറഞ്ഞാൽ കൊടുക്കും, ഞാൻ കൊടുക്കാതെ ഇപ്പൊ തന്നെ കാല് വയ്യാതായി, കാലെല്ലാം നീരുവായി. എന്നിട്ട് ഞാൻ മണമ്പി ഏറ്റി ഞാൻ പോയി തീറ്റർത്തും തോളർത്തും കെട്ടിയും കൂട്ടുണ്ടിരിക്കുക. രാവിലെ മുതലെ ഞാൻ രാത്രി മൊത്തം ഇത് തന്നെ കണ്ണു പറഞ്ഞില്ല. 80-ാം വയസ്സിലും ശാന്തമ്മയമ്മയുടെ ഊണിലും ഉറക്കത്തിലും അരുമകളെപ്പോലെ ഒപ്പം നിന്നവരാണ് കിങ്ങിണിയും ഇരട്ടക്കുട്ടികളായ മണിക്കുട്ടിയും അമ്മിണിക്കുട്ടിയും. കഴിഞ്ഞ ദിവസം വരെയും ഈ അമ്മയുടെ സന്തോഷവും സന്താപവും എല്ലാം ഇവർ മൂവരുമായിരുന്നു. പിറവന്തൂർ പൈമനന്തൂരിലെ കാടും മലയുമെല്ലാം കയറി അവർക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്തി നൽകും. കുളിപ്പിച്ച് വൃത്തിയാക്കി സുന്ദരിമാരാക്കും. ചില ദിവസങ്ങളിൽ ശാന്തമ്മയമ്മയ്ക്കൊപ്പമാണ് ഇവരിൽ ചിലരുടെ ഊണും ഉറക്കവുമെല്ലാം. അത്രയ്ക്ക് അരുമകളായി വളർത്തിയ 3 ആടുകളായിരുന്നു. കഴിഞ്ഞ രാത്രി കിങ്ങിണിയെയും തൊട്ടടുത്ത ദിവസം കിങ്ങിണിയുടെ മകൾ മണിക്കുട്ടിയെയും അജ്ഞാത വന്യജീവി ഇരയാക്കിയതോടെ ഈ അമ്മ ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ്. സന്ധ്യയ്ക്ക് 7 മണിക്ക് ആയപ്പോ ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ കെട്ടി കൊടുത്ത് അതിന്റെ താരമൊക്കെ എടുത്ത് വെച്ചിട്ട് കയറി കിടന്നു ഞാൻ. എന്നാൽ പിന്നെ രാത്രി ഒരു 11 മണിയായപ്പോൾ ഇറങ്ങിയപ്പോഴും പിന്നെ കയറി ഞാൻ കിടന്നു. പിന്നെ കയറി അങ്ങോട്ട് അനങ്ങാതെ കിടന്നപ്പോ പിന്നെ മഴ, ഭയങ്കര കാറ്റും മഴ. ഞാൻ മഴത്ത് ഞാൻ എന്താ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതാ നമ്മുടെ മാർഗം. നമുക്ക് വയ്യ വരുമ്പോഴേ ആരെയും മക്കളെ രണ്ടിനും ബുദ്ധിമുട്ടിക്കുന്നില്ല സാറേ. ഞാൻ കെട്ടി വെച്ചു അതും പോയി എനിക്കെന്തു. അത്രയ്ക്കടുപ്പത്തിലായിരുന്ന ആടുകളെ നഷ്ടപ്പെട്ടത് മുതൽ ഈ അമ്മയുടെ കണ്ണീർ തോർന്നിട്ടില്ല. 2 ദിവസമായി കിങ്ങിണിയും മണിക്കുട്ടിയും ഇല്ല. ഇനി അമ്മിണിക്കുട്ടി മാത്രമാണ് ജീവനോടെ അവശേഷിക്കുന്നത്. തള്ളയാടിനെയും ഒരു കുട്ടിയെയും പിടിച്ച അജ്ഞാത വന്യജീവി പുലി തന്നെയാണെന്നാണ് നാട്ടുകാരുടെ ബലമായ സംശയം. വർഷങ്ങളായി ആടുമാടുകളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന ശാന്തമ്മയമ്മയ്ക്ക് ആദ്യമായാണ് ഇത്തരമൊരു വേദന നൽകുന്ന അനുഭവമുണ്ടായത്. വയസ്സാം കാലത്ത് ചെറിയ വരുമാനത്തിനപ്പുറം മക്കളെപ്പോലെയായിരുന്നു ഈ 3 ആടുകൾ. വീടിനോട് ചേർന്ന തൊഴുത്തിലാണ് ആടുകളെ കെട്ടാറുള്ളത്. പുറത്തൊരു ഇലയനക്കമുണ്ടായാൽ വീടിന് വെളിയിലിറങ്ങി നോക്കാറുണ്ട്. കഴിഞ്ഞ രാത്രി മഴയും കാറ്റും ആഞ്ഞു വീശിയത് കാരണം പുറത്ത് നടന്നതൊന്നും ഇവരറിഞ്ഞില്ല. രാവിലെ മകനാണ് കിങ്ങിണിയുടെ മരണവാർത്തയറിയിച്ച് ശാന്തമ്മയമ്മയെ ഉറക്കമുണർത്തിയത്. ഈ സമയം മുതൽ മക്കൾ നഷ്ടമായതുപോലെയുള്ള വേദനയിലും കണ്ണീരിലുമാണ് ഈ അമ്മ. പിറവന്തൂർ പഞ്ചായത്ത് പ്രദേശത്ത് കർഷകരും സാധാരണക്കാരും നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നത്തിന്റെ ഇരയാണ് ശാന്തമ്മയമ്മ. 60 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്ന അന്ന് മല ആടും പശുവും കന്നാലും എല്ലാവരും ഞാൻ വളർത്തോളാം. ഈ മലയിലായിട്ട് വിട്ട് തീറ്റിക്കൊണ്ടിരുന്ന ഇപ്പൊ ഇതിലെ മാത്രമേ ഉള്ളൂ ഞാൻ മല വിടാത്തുള്ളൂ. ഇപ്പൊ എനിക്ക് വൈകാത്തോണ്ട് മല കൊണ്ടുപോകത്തില്ല. അതിന് അങ്ങും ഇങ്ങൊക്കെ പോയി കുടിയടയിൽ പോയി തീറ്റിയാത്തോണ്ട് വരുന്ന. അല്ല, ഞാൻ മേടിച്ചതാ. ഞാൻ കാട് പോലും കുത്തിയിട്ടില്ല. വലിയാണിന് രാവിലെ ഭൂമിയാനം ചെയ്തവരെല്ലാം പറഞ്ഞ് ഭൂമിയാനം ചെയ്യാൻ പറഞ്ഞു. എന്നാൽ കുടലും മാത്രമേ ഉള്ളൂ പൊട്ടാ. ബാക്കിയെല്ലാം തിന്നുപോയി. ബാക്കിയെല്ലാം എന്തോ ഒരു തലയും നമ്മുടെ ഒരു കൈപ്പാഹവും മൊത്തവും തിന്നുപോയി. എന്റെ നഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യുന്ന ആലോചിക്കുന്നു. സാറേ, എവിടെ പോയാലും വയറിനും മുണ്ട് വലിച്ചു മുറിച്ചാലും അല്ലാതെ മിറ്റം തൊട്ട് അവിടെ വരുമ്പോൾ അവരടുത്തും ഒരുവിടെ തീറ്റിയുണ്ടായിരുന്നത്. മുണ്ട് വലിച്ചു മുറിച്ചാലും നമ്മൾ അവരെ ഭക്ഷണം ഇടരുത്. കാരണം മിക്കവാറും ഞാൻ ഇവിടെ കഞ്ഞപ്പില്ല ഈ വീട്ടിനകത്ത് അവരെ നോക്കി കിടക്കുകയാണ്. ഇതുവരെ കാട്ടാനകളായിരുന്നു ഭീതി പരത്തിയത്. ഇപ്പോൾ പുലി വരെയുള്ള വന്യജീവികൾ വീട്ടുപടിക്കൽ വരെ എത്തിയിരിക്കുന്നു. പിറവന്തൂരിലെ തെരുവുനായ ശല്യവും മറ്റൊരു ഭാഗത്ത് ദുരിതം വിതയ്ക്കുന്നുണ്ട്. ശാന്തമ്മയമ്മയെപ്പോലെ പിറവന്തൂരിൽ നിരവധി കർഷകരുടെ കണ്ണീർ കണ്ടാണ് ഓരോ ദിവസവും നേരം വെളുക്കുന്നത്. ഈ ദുരിതത്തിനും നഷ്ടങ്ങൾക്കും ഇനിയെങ്കിലും അറുതി വന്നേ മതിയാവൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.